നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിഷമമായമ്മേ? പിന്നെ ആവാതെ. നിന്റെ വാക്ക് വിശ്വസിച്ച ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പൊ നാണക്കേടായില്ലേ? ഇനി ഞാൻ അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാം ശരിയാവും അമ്മേ. അമ്മ സമാധാനായിട്ടിരിക്കേ. ഒന്നും ശരിയാവാൻ പോകുന്നില്ല. എന്നൊക്കെ അവളുമായി ഞാൻ കോർത്തിട്ടുണ്ടോ അന്നൊക്കെ അവക്ക് തന്നെയായിരുന്നു ജയം. ഇത്തവണയും നമ്മൾ തോറ്റുപോയല്ലോ മോനെ. കളക്ടർ അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് കരുതി അത് അന്തിമമാണെന്നൊന്നും കരുതണ്ട. നമുക്ക് കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാമല്ലോ. അതൊക്കെ വലിയ മെനക്കേടല്ലേ? അവിടെയും തോറ്റ നമ്മൾ എന്ത് ചെയ്യും? ഒരു യുദ്ധമാകുമ്പോ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവല്ലോ അമ്മേ. അത് ഇരു കൈ നീട്ടി സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. ഈ തോൽവി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ജോലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അമ്മ വിഷമിക്കണ്ട. ഈ ജോലി അമ്മയ്ക്ക് തന്നെ കിട്ടും. എങ്ങനെ? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. നമുക്ക് മുമ്പില് ഈ ഒരു രാത്രി മാത്രമേ ഉള്ളൂ. നാളെ നേരം വെളുത്താ അവള് ജോയിൻ ചെയ്യും. പിന്നെ അവള് ഉദ്യോഗസ്ഥയും ഞാൻ ഈ വീട്ടിലെ അടുക്കളക്കാരിയായി മാറും. ഈ വീടും കൂടി മനോഹരേട്ടൻ അവളുടെ പേരിൽ എഴുതി കൊടുത്താ ഞാൻ വല്ല കടത്തിനേലും പോയി കിടക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മരിക്കണം. ഒന്നും ചെയ്യണ്ട. എന്നെ വിശ്വാസമില്ല അമ്മയ്ക്ക്? ഇത്രയും കാലം വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോ അത് പോയെന്നാണ് അമ്മ പറയുന്നത്? അത് വേണ്ട. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നാളെ ദേവിക ജോയിൻ ചെയ്യില്ല. അതിനെന്താ വഴിയെന്നും കൂടി പറ. വാ കീറിയ ദൈവം എരയും തരും. കേട്ടിട്ടില്ലേ അമ്മ? അത് ഒരു വാതിൽ അടയുമ്പോ 9 വാതിൽ വേറെ തുറക്കും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അത് കണ്ടുപിടിക്കണമെന്ന് മാത്രം. ഞാൻ കണ്ടുപിടിച്ചോളാം. അമ്മ പോയി കിടന്നുറങ്ങിക്കും. നാളെ അമ്മ പേടിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാമേ. ശരത്ത് വെറുതെ ഒന്നും പറയില്ലെന്ന് അമ്മയ്ക്ക് നാളെ മനസ്സിലാവും.